നമ്മൾ മൊത്തം എത്ര റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് സഹകാരി വന്നതിന് ശേഷം? 6 റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആകെ 7 ലിസ്റ്റിലുള്ളത്, പക്ഷെ 6 സഹകാരി എന്നാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഇന്നലെ തന്നെ ജോയിൻ ചെയ്യേണ്ടത്, പക്ഷെ സാറിനെ കണ്ടിട്ട് നാളെ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. കോച്ചിങ് ആണെങ്കിൽ എക്സാംസ്, റിവിഷൻസ്, ക്ലാസ്സസ് എല്ലാം, മെന്റർഷിപ്പ് എല്ലാം അടിപൊളിയാണ്. പിന്നെ എക്സാമിന്റെ തലയിൽ ശ്യാം സാർ എന്തായാലും വരും ഒരു ഗൂഗിൾ മീറ്റിൽ. അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ നല്ല ഒന്നും കൂടി മോട്ടിവേറ്റഡ് ആവും. സഹകാരിയുടെ സക്സസ് സ്റ്റോറി സീരീസ് ഏത് സീരീസ് പറയണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആക്ച്വലി ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ സക്സസ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ, നാളെ ജോയിൻ ചെയ്യാൻ പോകണല്ലേ. സഹകാരിയുടെ ആദ്യമായിട്ട് സഹകാരിയിലേക്ക് ഇദ്ദേഹം വരുന്നത് നമ്മുടെ ജൂനിയർ അക്കൗണ്ടൻറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കേരള ബാങ്കിൻ്റെ 11ാം റാങ്കിൻ്റെ സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അന്നേ നമ്മൾ പറഞ്ഞാണ് ഒരു വരവ് കൂടി വരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ JC-യുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. JC-യിൽ എത്രാമത്തെ റാങ്ക് പോലെ? 78. അപ്പോൾ നിങ്ങൾ എക്സലൻസിലേക്ക് ഉയരാൻ തയ്യാറായി കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, എക്സലൻസിലേക്ക് നിങ്ങൾ ഉയരാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതുന്ന എല്ലാ പരീക്ഷയിലും റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഭാഗ്യത്തിൻ്റെ അകമ്പടിയല്ല വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഈ സ്റ്റോറിയിൽ ഇപ്പോൾ എന്ത് പറയണമെന്ന് ചോദിക്കണമെങ്കിൽ അറിയില്ല. നമ്മൾ മൊത്തം എത്ര റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് സഹകാരി വന്നതിന് ശേഷം? 6 റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആകെ 7 ലിസ്റ്റിലുള്ളത്, പക്ഷെ 6 സഹകാരി എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ പരീക്ഷയിൽ ഇപ്പോൾ അഡ്വൈസ്ഡ് ലേറ്റ് ആയി അല്ലേ? സ്ഥാപനത്തിലേക്കാണ് ജൂനിയർ അക്കൗണ്ടന്റ്? ഇപ്പം SC/ST കോർപ്പറേഷനിലേക്ക്. ഓക്കെ. അപ്പോൾ അതിൽ അഡ്വൈസ് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അപ്പോയിൻമെന്റ് ഓർഡറും കൈ കിട്ടി. ശരിക്കും നമ്മളിന്ന് വരുന്നതുകൊണ്ട് നാളത്തേക്ക് മാറ്റി വെച്ചാണല്ലേ? ശരിക്കും ഇന്നലെ തന്നെ ജോയിൻ ചെയ്യേണ്ടത്, പക്ഷെ സാറിനെ കണ്ടിട്ട് നാളെ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പം നമ്മളെ ആ ഒരു നമ്മളെ ഒരു ഡ്രീം കം ട്രൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്നത്തെ ആ ഒരു മെന്റാലിറ്റി വർഷം കുറേ ആയി, ഇന്നത്തുള്ള മെന്റാലിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അന്നെന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്കൊരു PSC കിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് ഞാൻ കേരള ബാങ്കിൻ്റെ സക്സസ്ഫുൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിൻ്റെ മോട്ടിവേഷനും എല്ലാം കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. കാരണം ഞാൻ 10 വരെ പഠിച്ചത് പുറത്തായിരുന്നു. അപ്പം മലയാളം അങ്ങനത്തെ PSC-നെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഫസ്റ്റ് കോളേജായിട്ടാണ് എഴുതിയത്. അതിൽ 42 റാങ്ക് ഉണ്ട്, പക്ഷെ അതുവരെ ഫസ്റ്റ് റാങ്ക് പോലും പോയിട്ടില്ല. പിന്നെയാണ് ഈ ജൂനിയർ അക്കൗണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് കോപ്പറേറ്റീവ് എക്സാം എഴുതാൻ പോകുമ്പം ഇങ്ങനെ സഹകാരിൻ്റെ ഒരു ബ്രോഷർ കണ്ടിട്ടാണ് സാറിനെ വിളിക്കുന്നത്. പിന്നെ യൂട്യൂബ് ക്ലാസ്സൊക്കെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ അത് അക്കൗണ്ടന്റ് ബാച്ചിലേക്ക് വന്നു. അക്കൗണ്ടിൽ ബാച്ചിലേക്ക് വന്നു. അപ്പം അന്ന് എനിക്ക് ഇത് ചേർന്നപ്പം നല്ലോണം പഠിച്ച് നല്ല റാങ്കോടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലോണം വർക്ക് ചെയ്ത് പിന്നെ കുറേ എക്സാംസും, അത് അടിപൊളി ബാച്ചായിരുന്നു ജൂനിയർ അക്കൗണ്ടിൻ്റെ. കാരണം പറയാതിരിക്കാൻ വയ്യ. മെൻറ്റർ ആണെങ്കിലും നമുക്ക് കുറേ എക്സാംസ്, വീക്ക്ലി എക്സാം, ഡെയിലി എക്സാം, കുറേ ക്ലാസ്സസ്, നല്ല അടിപൊളി ബാച്ചായിരുന്നു. അപ്പം കറക്റ്റായിട്ട് അന്ന് ഞാൻ ശരിക്കും B.Ed ചെയ്യായിരുന്നു. അപ്പോൾ B.Ed ചെയ്തതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ മെറ്റീരിയൽ വായിക്കും, പ്രിപ്പയർ ചെയ്യും, അങ്ങനെയൊക്കെ നേടിയൊരു സംഭവമാണ്. ഈ മെച്ചപ്പെട്ട ജോലികളെല്ലാം ഇപ്പോൾ ചെയ്ത് നോക്കാനുള്ള അവസരമുണ്ട്. നമുക്ക് അന്ന് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യാനുള്ള അവസരം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് ഒന്നും കൂടെ കൊടുത്തേക്കും. മെസ്സേജ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൊടുക്കാൻ ഏറ്റവും അർഹയായിട്ടുള്ള ആളാണ് അനിഷ. കാരണം നമ്മൾ തൊട്ടതെല്ലാം നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ശരിക്കും ഞാൻ കേരള ബാങ്കിൽ പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്ക് ഹാർഡ് വർക്ക് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ 101% നമ്മൾ ട്രൈ ചെയ്യുക. നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നല്ല, നമ്മൾ മാക്സിമം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് എന്തായാലും വിജയം ഉറപ്പായിരിക്കും. പിന്നെ നമുക്ക് ഇക്കാലത്ത് ഒരു കോച്ചിങ് ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ കുറച്ച് കഷ്ടമാണ്. അപ്പം ഒരു നല്ല ഇപ്പം സഹകാരിയിൽ എന്തായാലും ഒരു നല്ലൊരു പങ്കുണ്ട് എനിക്ക് കിട്ടിയതിന്. കാരണം അവരുടെ കോച്ചിങ് ആണെങ്കിൽ എക്സാംസ്, റിവിഷൻസ്, ക്ലാസ്സസ് എല്ലാം, മെന്റർഷിപ്പ് എല്ലാം അടിപൊളിയാണ്. പിന്നെ എക്സാമിൻ്റെ തലയിൽ ശ്യാം സാർ എന്തായാലും വരും ഒരു ഗൂഗിൾ മീറ്റിൽ. അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ നല്ല ഒന്നും കൂടി മോട്ടിവേറ്റഡ് ആവും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പം ഒരിക്കലും ടെൻഷൻ അടിക്കുക. ഞാൻ ഇതുവരെ ഒരു എക്സാം ഹാളിൽ എക്സാം എഴുതാൻ പോകുമ്പം ടെൻഷൻ അടിച്ചിട്ടേ ഇല്ല, കൂളായിട്ടാണ് പോയത്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം എഴുതുക. പിന്നെ ഒക്കെ പകുതി ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പറയുക. അപ്പം മാക്സിമം നമ്മൾ എഴുതുക, വേറെ ഒന്നും ചിന്തിക്കരുത്, നമുക്ക് അറിയുന്നതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. പിന്നെ എക്സാമിൻ്റെ തലേ നമ്മൾ മാക്സിമം ഫ്രീ ആവാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ബ്രെയിനെ തണുപ്പിക്കണം. നിങ്ങൾ എന്തെങ്കിലും രസകരമായ ആക്ടിവിറ്റീസ് ഏർപ്പെടണം. ഒന്നുകിൽ പാട്ട് കേൾക്കും, ഞാനൊക്കെ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ സിനിമ കാണും, അങ്ങനെയൊക്കെ ചെയ്യുക. കാരണം നമ്മൾ പിറ്റേ ദിവസം നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്തപ്പോൾ നമുക്ക് എക്സാം ടെൻഷനായിരിക്കും.
മാക്സിമം അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ റിവിഷൻ, മെയിനായിട്ട് റിവിഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു ദിവസം പഠിച്ച് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പം കൂടുതലായിട്ട് ഇങ്ങനെ പിന്നെയും വായിച്ച് പഠിക്കുന്നതാണ് ബെറ്റർ. എനിക്ക് ചിലപ്പം ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ സ്ട്രൈക്ക് ചെയ്യില്ല, അപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെ എഴുതി പഠിക്കുക ചെയ്യുക. അങ്ങനെ റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. എപ്പോഴാണോ നിങ്ങളുടെ മോട്ടിവേഷൻ പോകുന്നത് അപ്പോഴത്തേക്കും ഇവരുടെ സ്റ്റോറി എടുത്ത് കാണുക, ഇവരുടെ ആരുടെയെങ്കിലൊക്കെ സ്റ്റോറി എടുത്ത് കാണുക. ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കുക. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ. കോഴിക്കോട് നിന്നും അനീഷയോടൊപ്പം താങ്ക് യു.